നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് സർവ്വ ബലാഹുകളും നമ്മളിൽ നിന്ന് തട്ടി മാറിപ്പോകണം ഇല്ലേ? അള്ളാഹുവിൻ്റെ ഖദർ ഖലായിൽ നമുക്ക് വല്ല ബലാഹുകളും അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം നമ്മളിൽ തട്ടി മാറിയിട്ട് നമുക്ക് റാഹത്തും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അതുപോലെ തന്നെ ശത്രുക്കളുടെ ഇടങ്ങേറുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്നും ആരുടെ ഉപദ്രവത്തിൽ പെട്ടുപോകാൻ പാടില്ല എന്നും നമ്മുടെ കൽബിൻ്റെ ഉള്ളിലെ മുറാദുകൾ ഹാജത്തുകളൊക്കെ അത് നിറവേറി കിട്ടണമെന്നും ഒക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. പരിശുദ്ധമായ ഖുർആനിലെ വളരെ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ, നമ്മളുടെ ഇടങ്ങേറുകൾ തട്ടിമാറാൻ, അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ കിട്ടുന്ന ഒരു പരിഹാര മാർഗം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമൽ മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങളടക്കമുള്ള മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. നമുക്ക് ഓതാൻ അറിയുന്ന സൂറത്തല്ലേ സൂറത്തുൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഈ ഫാത്തിഹ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്ന് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ, മക്കൾ, അയൽവാസികൾ, നമ്മോട് ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പല പല മുറാദുകളുള്ളവരാണ് ഇല്ലേ? എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, അള്ളാഹു എല്ലാവരുടെയും എല്ലാ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിക്കുന്നവർ, പല പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുന്ന ആളുകൾ, അള്ളാഹു നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചെയ്തു കൊടുക്കുന്ന മുഴുവൻ അമാലുകൾക്കും അള്ളാഹു വലിയ ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഉസ്താദേ ഫലം കിട്ടിയെന്ന് വിളിച്ച് സന്തോഷം അറിയിക്കുന്നവരുണ്ട്, മെസ്സേജുകൾ അയക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും നിലനിർത്തി തരുമാറാകട്ടെ. കോൾ ചെയ്യാനുള്ള നമ്പരും അതുപോലെ വാട്സപ്പിൽ ബന്ധപ്പെടാനുള്ള നമ്പരും നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. കഴിയുന്ന ആളുകൾ മാക്സിമം വാട്സപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് പറ്റാത്ത ആളുകളൊക്കെ കോൾ ചെയ്താൽ സമയം പോലെ ഇൻഷാ അല്ലാഹ് അവരോട് സംസാരിക്കാം. അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നൊരു വിഭാഗമാണ് കൽബിൽ ടെൻഷൻ ഇല്ലാത്ത ആളുകൾ. കൽബിൽ ടെൻഷൻ ഇല്ലാത്ത, അതായത് ഒരു ഇടങ്ങേറും അല്ലെങ്കിൽ ഒരു പ്രഷറും കൽബിലില്ലാത്ത ആളുകളുണ്ടാകും. ഒരു ബുദ്ധിമുട്ട് അവർക്കൊന്നും എന്താ ടെൻഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു വലിയ അനുഗ്രഹമാണ് ചെയ്തു കൊടുത്തത്. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കും അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊക്കെ ഓതാൻ അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഈ ഫാത്തിഹ സൂറത്ത് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഇടങ്ങേറുകൾ തട്ടി മാറ്റാൻ പറ്റുക, ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുക, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റുക, അതുപോലെ എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് കാവൽ നേടാൻ പറ്റുക, ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇത് ചെയ്യേണ്ടത് നമുക്ക് ഒരാഴ്ചക്കാലം, ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ പറ്റും ഇൻഷാ അല്ലാഹ്, ഓതാൻ പറ്റും. പറയുന്ന ഈ കണക്കനുസരിച്ച് നമുക്ക് ചൊല്ലാം. മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അത് എന്ത് ചെയ്യാം, ദിവസം നമ്മുടെ ഒരു ദിവസത്തിൽ ഒരു വിറുതായിട്ട് നമ്മുടെ ദിവസവും കൊണ്ടു നടക്കുന്ന ഒരു അമലായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഫാത്തിഹ ഓതാൻ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഇനി കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ ഒരു അമൽ കൂടിയാണ്. അത് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ലി ഖലാഇൽ ഹാജത്തി വനൈലിൽ മത്താലിബ്. നമ്മൾ ആവശ്യപ്പെടുന്നൊരു സംഗതി, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ രണ്ട് രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മാത്രം ചെയ്യാൻ പറ്റിയത്, അതുപോലെ തന്നെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയത്. രണ്ടും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഏതാണോ എളുപ്പമുള്ളത് അത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒന്നിരിക്കൽ വെള്ളിയാഴ്ച, ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച രാത്രി മാത്രം മെനക്കെട്ട് ഇതുപോലെ ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിയെടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഇതുപോലെ ഈ പറയുന്ന കണക്കനുസരിച്ച് ചൊല്ലിയിട്ട് അങ്ങനെയും നമ്മുടെ ആവശ്യങ്ങൾ ഖലാഉൽ ഹാജത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം ഞാൻ പറഞ്ഞു തരുന്നത് വെള്ളിയാഴ്ച രാവ് എങ്ങനെയാണ് ഈ ഒരു ഫാത്തിഹ കൊണ്ടുള്ള അമൽ ചെയ്യേണ്ടത്. മഹാന്മാർ പറയും ഇഖ്റ സൂറത്തുൽ ഹംദി. സൂറത്തുൽ ഹംദ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം 1011 തവണ. എത്ര തവണ? 1011
11 തവണ. എന്താണ് അങ്ങനത്തെ ഒരു കണക്ക്? 1000, 11 കുറച്ചിട്ട് 1000 ആക്കിയാൽ പോരെ? എന്ത് ചെയ്യുക? അങ്ങനൊരു ചിന്ത വേണ്ട. മറിച്ച് മഹാന്മാർ ആ ഒരു എണ്ണത്തിനൊരു പിന്നിലൊരു സിറുണ്ടാവും, അത് നമുക്ക് അറിയില്ല, അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്. അതുപോലെ തന്നെ മഹത്തുക്കൾക്ക് റബ്ബ് അറിയിച്ചു കൊടുത്തത് അവർക്കറിയാം, അതല്ലാത്തതൊന്നും നമുക്ക് അവിടെ ചർച്ച ചെയ്യാനില്ല. മഹാന്മാർ പഠിപ്പിച്ചു തരാണ്, 1011 തവണ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഹംദ് പാരായണം ചെയ്തു. എപ്പോൾ? സൂറത്തുൽ ഹംദ് വെച്ചാൽ ഫാത്തിഹ സൂറത്ത്. മറത്തൻ ലൈലത്തൽ ജുമഅത്തി, ജുമയുടെ രാത്രി, അതായത് നമ്മൾ പറയാം വെള്ളിയാഴ്ച രാവ് എന്ന് പറയില്ലേ, വെള്ളിയാഴ്ച രാവ് ആരെങ്കിലും പാരായണം ചെയ്തു. ദൂന ഫസ്ലിൻ ഔ നൗമിൻ, ഇടയ്ക്ക് ഉറങ്ങാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇടയ്ക്ക് മുറിച്ച് കളയാതെ നമ്മളിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഓതണം. ഇത് ഓതുമ്പോൾ അതിനുവേണ്ടി മെനക്കെട്ട് തയ്യാറായിട്ട്, അത് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് റാഹത്തായി വന്നിരുന്നുകൊണ്ട് മെനക്കെട്ടിരുന്നിട്ട് എന്ത് ചെയ്യുക, ഉദുവൊക്കെ ചെയ്ത് റാഹത്തായിരുന്നിട്ട് ഒരു തസ്ബീഹ് മാല എടുക്കുക, സൂറത്തുൽ ഫാത്തിഹ ഓതി തുടങ്ങും. എന്തെങ്കിലും നമുക്കൊരു മുറാദ്, വലിയൊരു മുറാദ് നമുക്ക് പൂർത്തിയായി കിട്ടണം എന്ന നിയത്തിലാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അമലാണ് അല്ലേ. നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത്തരത്തിൽ നമുക്ക് ചെയ്തു നോക്കാം. നമ്മുടെ ഇഖ്ലാസ് കൊണ്ട് അള്ളാഹു നടത്തി തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫാത്തിഹയാണ് ഓതുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഓതണം, തെറ്റാതെ. ഖുർആനാണല്ലോ, അപ്പം അക്ഷരങ്ങളൊന്നും തെറ്റാതെ വൃത്തിയായിട്ട് ഓതാൻ ശ്രമിക്കുക. മാക്സിമം തജ്വീദ് അനുസരിച്ചൊക്കെ ഓതാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. മാക്സിമം എന്നല്ല, തജ്വീദ് അനുസരിച്ച് തന്നെ ഓതണം കേട്ടോ. ഇനി കൂടുതൽ തജ്വീദ് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുമെന്ന് ബേജാറാവേണ്ട, പറ്റുന്ന പോലെ നമ്മൾ തജ്വീദ് അനുസരിച്ച് ഓതാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ദൂന ഫസ്ലിൻ ഔ നൗമിൻ, ഇടയ്ക്ക് ഉറങ്ങിപ്പോകാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇടയ്ക്ക് എന്ത് ചെയ്യുക, അന്യ സംസാരങ്ങളിൽ അല്ലെങ്കിൽ അന്യ കാര്യങ്ങളിൽ ഇടപെടാതെ കൃത്യമായിട്ടത് കണ്ടിന്യൂ ആയിട്ട് ഓതുക. സുമ്മത്തുലുബ് ഹാജത്തക്ക്, അതിനുശേഷം നീ നിൻ്റെ ആവശ്യത്തെ റബ്ബിനോട് ചോദിക്കാം. ഇത് ഓതിയതിന് ശേഷം, ഈ 1011 തവണ ഓതിയതിന് ശേഷം നിൻ്റെ ആവശ്യം എന്താണോ അത് റബ്ബിനോട് ചോദിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നിൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് തരുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരാണ് ഇൻഷാ അല്ലാഹ്. ഒരു വഴി. ഇനി രണ്ടാമത്തൊരു മാർഗ്ഗം പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ലി ദഫ്ഇൽ ബലാഇ, നമ്മൾക്ക് വരുന്ന കണക്കാക്കിയിട്ടുള്ള ബലാഉകൾ, ഇടങ്ങേറുകൾ തട്ടിമാറാൻ വേണ്ടി. അതുപോലെ വല്ല അദുവി, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി. ശത്രുക്കളെ തട്ടിമാറ്റാം, ശത്രുക്കളുടെ ഇടങ്ങേറിൽ നിന്ന് രക്ഷ കിട്ടാം, ശത്രുക്കളെ ഇല്ലാതാക്കാം. അതിനു വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവ ഖലാഉൽ ഹാജത്തി, അക്കൂട്ടത്തിൽ ഖലാഉൽ ഹാജത്ത്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുള്ള ആവശ്യങ്ങൾ, ആഗ്രഹം ഉള്ള ആളുകളാണെങ്കിൽ അവർക്കും ഉപകാരപ്പെടുത്താം. ഇഖ്റ സൂറത്തുൽ ഹംദി, ഇത് ഒരാഴ്ചക്കാലം ഓതേണ്ടതാണ്. ഒരാഴ്ചത്തെ കണക്കാണ് ഈ പറയുന്നത്. എന്ത് ചെയ്യാം, അത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓതി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം. എന്താണ്? സൂറത്തുൽ ഹംദ് പാരായണം ചെയ്യണം യൗമ സബ്തി, എപ്പോൾ? ശനിയാഴ്ച ദിവസം. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ശനിയാഴ്ച മുതൽ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ശനിയാഴ്ച ദിവസം മുതൽ തുടങ്ങാം. ശനിയാഴ്ച ദിവസം ഓതണം. എത്ര തവണ? 70 മറത്തൻ, 70 തവണ ഓതണം ശനിയാഴ്ച ദിവസം. ഒറ്റ ഇരിപ്പിന് ഓതണം എന്നില്ല, ശനിയാഴ്ച ദിവസം ആ ഒരു ദിവസം കൊണ്ട് തീർത്താൽ മതി. ഒരു ദിവസം കൊണ്ട് ഓതി തീർക്കാം 70 തവണ. അതുപോലെ തന്നെ യൗമൽ അഹദി, അടുത്ത ദിവസം ഞായറാഴ്ച ദിവസം ഓതണം 60 മറത്തൻ, എത്ര തവണ? 60 തവണ. ഇനി അടുത്ത ദിവസം യൗമുൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസം ഓതണം 50 മറത്തൻ, 50 തവണ. അതുപോലെ വയൗമു സലാസായി, ചൊവ്വാഴ്ച ദിവസം ഓതണം 40 മറത്തൻ, 40 തവണ. അതുപോലെ വയൗമുൽ അർബിആയി, ബുധനാഴ്ച ദിവസം ഓതണം എത്ര തവണ? 30 മറത്തൻ, 30 തവണ. അതുപോലെ വയൗമുൽ ഖമീസി, വ്യാഴാഴ്ച ദിവസം ഓതണം 20 മറത്തൻ, 20 തവണ. അതുപോലെ വയൗമുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം ഓതണം 10 മറത്തിൻ, എത്ര തവണ? 10 തവണ. അപ്പം 70 മുതൽ താഴോട്ട് തുടങ്ങാം. ശനിയാഴ്ച 70, ഞായറാഴ്ച 60, തിങ്കൾ 50, അതുപോലെ ചൊവ്വ 40, ബുധൻ 30, വ്യാഴം 20, അതുപോലെ വെള്ളിയാഴ്ച 10. ഇങ്ങനെ 10 കുറച്ച് എന്ത് ചെയ്യുക, ഒരാഴ്ചക്കാലം ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തതിന് ശേഷം തനാലുമാ തുരീദു ഇൻഷാ അല്ലാഹ്, നീ എന്താണോ ഉദ്ദേശിച്ചത് ആ സംഗതിയെ നീ എത്തിക്കുന്നതാണ്. അതായത് നമ്മൾ എന്തുദ്ദേശം വെച്ചിട്ടാണോ ഇത് ഓതിയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സംഗതി നമുക്ക് നടപ്പാക്കി തരുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഇനി പറയുന്നുണ്ട് വയുഫ്ളലു അൻ തകൂനൽ ഖിറാഅത്തു ബഅദ സ്വലാ, ഇത് ഏറ്റവും ഫضൽ. ഇപ്പോൾ ചോദിക്കും ചില ആളുകൾ, എപ്പോഴാണ് ഇത് ഓതേണ്ടത്? ഏതെങ്കിലും സമയത്ത് ഓതിയാൽ മതിയോ? അങ്ങനെ ഏറ്റവും അഫ്ളലായ സമയം ഏതെങ്കിലും നിസ്കാര ശേഷം ഓതലാണ് എന്ന്. ഏതെങ്കിലുമൊക്കെ നിസ്കാരത്തിന് ശേഷം ഓതാം. ഇപ്പോൾ കുറേ ഓതാനുള്ളത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം കുറേശ്ശെ ഭാഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഓതാം. 15 എണ്ണോ അങ്ങനെയൊക്കെ വെച്ചല്ലേ 10 എണ്ണം വീതോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഭാഗം ചെയ്തിട്ട് എന്ത് ചെയ്യുക, എല്ലാ നിസ്കാര ശേഷം ഓതി ആ ദിവസത്തെ എണ്ണം പൂർത്തിയാക്കാം കേട്ടോ. ഏറ്റവും അഫ്ളൽ നിസ്കാര ശേഷം ഓതലാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരാണ്. അതിനുശേഷം നിൻ്റെ ആവശ്യം നീ റബ്ബിനോട് ചോദിച്ചോ, ആ ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നൽകും. പക്ഷേ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളൊരു സംഗതിയല്ലേ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമുക്കെല്ലാത്തിനും വഴികാട്ടിയും മാതൃകയാണ്. നമുക്കെല്ലാ കാര്യവും നേടിയെടുക്കാനുള്ളൊരു അത്താണിയാണ് ഖുർആൻ. അപ്പോൾ ആ ഖുർആനിൻ്റെ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന, ഖുർആൻ്റെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് ആ ഫാത്തിഹ സൂറത്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടും. ഇൻഷാ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പം പ്രശ്നപരിഹാരങ്ങൾക്ക് വിളിക്കുന്ന ആളുകൾ ഈ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇൻഷാ അല്ലാഹ്. 2 നമ്പർ, കോൾ ചെയ്യാനുള്ള നമ്പറുണ്ട്. അതുപോലെ തന്നെ കോൾ ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ
അടുത്ത നമ്പറിലേക്ക് കോൾ ചെയ്യരുത്. അതിൽ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കട്ടെ ഇൻഷാ അല്ലാ. മാക്സിമം നിങ്ങൾ കോൾ ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ തിരിച്ച് ഇൻഷാ അല്ലാ വിളിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.